അദ്ദേഹത്തിലേക്ക് പോട്ടെ, ഒറ്റ തവണയേ പോയുള്ളൂ. ശ്രീ മഹേഷ് പണിക്കർ, നോക്കൂ, ഈ മെറ്റലർജിക്കൽ ഫോറൻസിക് പരിശോധന അല്ലെ, അതിന് വിധേയമാക്കിയിരിക്കുകയല്ലേ അവിടുത്തെ ഈ കട്ടിളപ്പാളിയോ അതും ഇതൊക്കെ. ആ പരിശോധന ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ, കോടതിയുടെ പരിഗണനയിലുണ്ടോ? അതൊന്നും ആരും അറിയുന്നില്ല, പൊതുസമൂഹമേ അറിയുന്നില്ല. ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് അല്ലേ പരിശോധന ഫലം അറിയണ്ടേ? ഇല്ല, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഭണ്ഡാരിയൊക്കെ അറസ്റ്റ് ചെയ്ത് അതിന്റെ പേരിലാകാനാണ് സാധ്യത. ഭണ്ഡാരിയൊക്കെ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഇവർ ഇത്ര ഗ്രാം ഉണ്ട്, 400 ഗ്രാം അതിനകത്ത് ധാരപാല ശില്പത്തിൽ 400 ഗ്രാം ഉണ്ടെന്നാണ്. നമ്മുടെ പ്രശാന്ത് രണ്ടാമത് കൊണ്ട് ചെന്നപ്പോൾ 10 ഗ്രാം കൂടെ ചേർത്ത് 410 ഗ്രാം കണ്ടായെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു കണക്കുള്ളത്. പക്ഷേ ഈ പരിശോധനാ റിപ്പോർട്ടിൽ ഇത് ഏകദേശം ഒരു 10-30 ഗ്രാമിലേക്ക് താന്നു പോകാൻ സാധ്യതയുണ്ട്. കാര്യം അത് സജീവ് ഭണ്ഡാരി തന്നെ 2015 ജയറാമിനെയൊക്കെ വെച്ചിട്ടൊരു അവരുടെ ഒരു ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നത് അയക്ക് ഇത് ചെയ്യാനായിട്ട് 3 ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്ന്. നമ്മുടെ ധാരപാല ശില്പം എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഫീറ്റ്, അത് 30 ഗ്രാം മതി. ഈ 30 ഗ്രാം മതി എന്നുള്ളൊരു സാധനം അതിന് 25 കൊല്ലങ്ങൾ അവിടെ ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് ആ സമയത്തെ വീഡിയോക്കകത്ത്. അപ്പം അത്രയ്ക്ക് കൊള്ളയാണ് ഇത്. വളരെ നിസ്സംശയം പറയാൻ പറ്റും ഇതൊരു സൂപ്പർ കൊള്ളയാണ്. കൊള്ളസംഘം പ്ലാൻ ചെയ്ത് കലാകാലങ്ങളിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതിനകത്തുള്ളൊരു അറുതിയാണ് വരുന്നത്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് CBI ആണോ SIT ആണോ അതോ ആദ്യത്തെ വിജിലൻസ് ആണോ എന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ED ആണോ എന്നൊക്കെ പറഞ്ഞുള്ള സംശയത്തിനകത്ത് എനിക്ക് പറയാനുള്ള ആദ്യത്തെ വിജിലൻസ് ആ ധാരപാല ശില്പത്തിന്റെ താങ്ങുവിടം പൊക്കിയെടുത്തു. അതിൽ നിന്നാണ് ഈ ലീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അയ്യപ്പന് കാലാകാലങ്ങളിൽ അറിയാം ആരെ കൊണ്ട് അന്വേഷിപ്പിക്കണം, എവിടെ പോയി ഇത് പൊക്കണം, ആരുടെ വായി എന്ന് പറഞ്ഞോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പം ആ രീതിയിൽ തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ആരന്വേഷിച്ചാലും ഇതിനകത്ത് ഒരിക്കലും ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. എത്ര ഉന്നതനാണേലും, ദൈവതുല്യനാണേലും, ഹൈക്കമാൻഡ് ആണേലും, ഇനി ഹൈ ഗൺ ബിഗ് ഗൺസ് ആണേലും, ഏത് സാധനമാണേലും അതിനകത്ത് വീഴുമെന്ന് ഉറപ്പാണ്. അയ്യപ്പൻ വില്ല് വെച്ചിട്ടുണ്ട്, അത് എഴുതിട്ടുണ്ട്, അതിന് പോയി കൊള്ളുന്ന സമയം ഇപ്പൊ പുതിയൊരുത്തന്നെ കൊണ്ടിട്ടുണ്ട്. അവനിപ്പോ കറക്റ്റ് ഈ സമയത്ത് തന്നെ അവന്റെ നമ്മുടെ മണ്ഡല പൂജയുടെ ദിവസം തന്നെ ഇടിമണിക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ആ കൊള്ളുന്നതിന് ഒരു മർമ്മമുണ്ട്. അപ്പൊ ആ മർമ്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് കറക്റ്റായിട്ട് അയ്യപ്പ ചൈതന്യത്തിന്റെ എല്ലാ ഇതും വിഗ്രഹാരാധനക്കെതിരെയുള്ള എല്ലാ ഇതും മാറിക്കിട്ടും. ഇതൊരു വലിയൊരു സംഭവമാണെന്നും ഇതിനകത്ത് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ലീഡും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് ഉറപ്പായിട്ടും അയ്യപ്പൻ തന്നെ പറയും, എന്താണ്ട് ഇതൊക്കെ ഇവന്മാരൊക്കെയാണ് എന്റെ മുമ്പിലുള്ള കള്ളന്മാര്, ഇവന്മാരെയൊക്കെ പൊക്കി ഞാൻ അകത്ത് കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയോ, അവിടെ ഒരു നല്ല സിസ്റ്റം ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കിയോ എന്ന് പറഞ്ഞ് വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ എത്തുമെന്ന് തന്നെയാണ് അയ്യപ്പന്റെ ആ ഒരു എന്താ പറഞ്ഞ പുള്ളിയുടെ മെസ്സേജ് എത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ, വളരെയധികം നന്ദി മഹേഷ് പണിക്ക, തൗഫീഖ്, രാജൻ, RS രാജീവ്, രവിശങ്ക ഈ ചർച്ച സജീവമാക്കിയതിന്. SIT ഇതിനകം അറസ്റ്റ് ചെയ്തവരെല്ലാം അപരാധികളാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ പുരാവസ്തു കടത്ത് മാഫിയയിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു കുറ്റാന്വേഷണ ഏജൻസിക്ക് അതിന് പരിമിതികളുണ്ട്. കാരണം മാഫിയ ലോക്കലല്ല, ഇൻ്റർനാഷണലാണ്.